നല്ലതോ ചീത്തയോ എന്ന് അറിയാണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീക്കുക. പക്ഷേ ആ ദിവസം നല്ലതും ചീത്തയും ആക്കുന്നത് നമ്മുടെ പ്രവൃത്തികളാണ്, നമ്മുടെ ചിന്തകളാണ്, അല്ലേ? എൻ്റെ ഒരു തോന്നൽ അങ്ങനെയാണ് കേട്ടോ. അടുക്കളയിൽ നിന്നും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു ഫുൾ ഡേ വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ ഡേ ഇൻ മൈ ലൈഫ് കാണാനായിട്ട്. അപ്പോൾ രാവിലെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ കിച്ചണിൽ കയറിയിട്ട് കൊച്ചു കൊച്ചു പണികളൊക്കെ ചെയ്യാണ്. ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കട്ടൻ ചായ പ്രിപ്പയർ ചെയ്യാം. പിന്നെ നമുക്ക് വലിയ തിരക്കില്ല. ഇപ്പോൾ എക്സാം ടൈം ആയതുകൊണ്ട് പഠിപ്പിക്കുന്ന ധൃതി മാത്രമേ ഉള്ളൂ. ബാക്കി അങ്ങനെ വലിയ രാവിലെ ചോറ് കൊണ്ടുപോകണം, ഉച്ചക്കത്തേക്ക് വേണ്ടി രാവിലത്തേക്ക് ചോറ് റെഡിയാക്കണം, അങ്ങനെയുള്ള തിരക്കിപ്പില്ല. കാരണം ഉച്ചയാകുമ്പോൾ കുട്ടികൾ എക്സാം കഴിഞ്ഞ് വരുമല്ലോ. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കാം. ഇന്ന് ചപ്പാത്തി ചെറുപയർ കറിയാണ്. അപ്പോൾ ചെറുപയർ കറിയൊക്കെ വെക്കുന്നത് ഞാൻ നമ്മുടെ ആദ്യത്തെ കുക്കിങ്ങിൻ്റെ വ്ളോഗിലൊക്കെ ഇട്ടിട്ടുണ്ട്. സാധാരണ ചെയ്യണ പോലെ തന്നെയാണ്. കുറച്ച് സവാളയോ ചെറിയുള്ളിയോ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ച ശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ഇട്ട് ചെയ്യുക. ചപ്പാത്തി ഞാൻ പാക്കറ്റ് ചപ്പാത്തിയാണ് മേടിച്ചത്. പക്ഷേ ആ ചപ്പാത്തി ഒരു വശം കൊണ്ട് എന്തോ മടങ്ങിയിരുന്നു. മേടിച്ചപ്പോൾ തന്നെ അങ്ങനെ ആയിരുന്നു കേട്ടോ. ഇവിടെ കൊണ്ടുവന്നിട്ട് മടങ്ങിയതല്ല. അപ്പോൾ കുറച്ച് മടങ്ങിയിരുന്നുകൊണ്ട് ഒരു വശം കീറിയിട്ടാണ് എല്ലാ ചപ്പാത്തിയും കിട്ടിയത്. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഒന്ന് ആരാ കളയുന്നല്ലേ. അപ്പം നമ്മൾ കുറച്ച് പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്ത് മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് മുരിഞ്ഞു വന്നപ്പോഴത്തേനും നമ്മൾ ആ വേവിച്ച് വെച്ച പയർ ഇട്ട് കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി കുറച്ചൊന്ന് പൊങ്ങി വരാൻ വേണ്ടി ഞാൻ പ്രയോഗിക്കുന്നൊരു ടിപ്പാണ്. കുറച്ച് നെയ്യ് നമ്മൾ പാത്രത്തിൽ തൂക്കി കൊടുക്കും. അപ്പോൾ ചപ്പാത്തി നല്ല ഇങ്ങനെ കുറച്ച് നല്ല സോഫ്റ്റും ആയിരിക്കും. നല്ല ബൾബ് പോലെ പൊങ്ങി വരികയും ചെയ്യും. ചപ്പാത്തി സോഫ്റ്റ് ആവാൻ വേറൊരു വഴിയാണ്. ഉണ്ടാക്കിയ പാട തന്നെ നമ്മളത് ഒരു കാസറോളിലേക്ക് അല്ലെങ്കിൽ അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് വെക്കാം. തുറന്ന് വെച്ചാൽ എത്ര ഇടിച്ച് കുഴച്ച് പരത്തിയ ചപ്പാത്തി ആണെങ്കിലും തുറന്ന് വെച്ച കല്ല് പോലെയാവും. നമ്മളെപ്പോഴും ഒരു ചൂടിൽ ഇങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ചപ്പാത്തിയൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അവിടെ അപ്പുറത്ത് ചെറുപയർ വേവിച്ചതിട്ടത് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ചപ്പാത്തിയും ചെറുപയറും ഇഷ്ടമാണ്, എന്നാൽ വലിയ ഇഷ്ടമല്ല. ഇവിടെ കഴിച്ചോളും. കുട്ടികൾക്ക് പിന്നെ കറി വേണം എന്നില്ല. അവർ വെറുതെ ചപ്പാത്തി ആണെങ്കിലും കഴിച്ചോളും. പിന്നെ സോസ് കൂട്ടി കഴിക്കും കേട്ടോ. ഇപ്പോൾ പയറിലേക്ക് ഞാൻ കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വയ്ക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. പയർ കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൂടാൻ പറ്റിയ ഒരു ടിപ്പാണ് കേട്ടോ. പയറിന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, പരിപ്പിനാണെങ്കിലും കടലയ്ക്കാണെങ്കിലും അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇവിടെ പയർ കറി കൂട്ടി ചപ്പാത്തി തിന്നാന്ന് വെച്ചാൽ കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവൾ ആദ്യം അതും കൊണ്ട് പോയി. പിന്നെ അവിടെ നിന്ന് വിളി തുടങ്ങി, അമ്മ അമ്മ. അപ്പോൾ ആ വിളി കേൾക്കുമ്പോൾ നമുക്ക് അമ്മമാർക്കറിയാം എന്താണെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് സോസ് ഇട്ട് കൊടുത്തു. അപ്പോൾ സോസൊക്കെ കൂട്ടി അവിടെ ഇരുന്ന് കഴിച്ച് ആളുടെ സ്കൂളിൽ പോയി. പരീക്ഷയാണ്, ഉച്ചയാകുമ്പോഴത്തേനും വരാം. അപ്പോഴേക്കും നമ്മൾ മോട്ടർ അടിച്ചിട്ടുണ്ടായിരുന്നു. ടാങ്കൊക്കെ നിറഞ്ഞ് പോകുന്നു. അപ്പോഴേക്കും അതൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. കഴുകിയ പാത്രങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഒരു കുഞ്ഞു കൊട്ടയിലാക്കിയിട്ട് വെള്ളം പാലാൻ വെക്കും കേട്ടോ. എന്നിട്ട് തിരിച്ചെടുത്ത് വെക്കുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പാത്രം വെക്കുന്ന സ്റ്റാൻഡ് അവിടെ മുഴുവൻ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കും. 2-3 ദിവസം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വെള്ളം മുഴുവൻ പോയ ശേഷം മാത്രമേ ഞാൻ പാത്രം വെക്കുന്ന സ്റ്റാൻഡിലേക്ക് കഴുകിയ പാത്രങ്ങൾ എടുത്ത് വെക്കുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ചോറ് ഉള്ളത് പോരാ, കുറച്ചേ ഉള്ളൂ. കുറച്ചും കൂടി നമുക്ക് അരിയിട്ട് വെക്കണം. അപ്പോൾ അരിയൊക്കെ ഇവിടെ തിളക്കട്ടെ. നമുക്ക് ബാക്കിയുള്ള വീട് അടിക്കലും തൂക്കലും ഒക്കെ ചെയ്യാം. അപ്പം ഞാൻ പുറകിൽ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ അടിച്ച് ഞാൻ പുറത്തേക്ക് കളയുന്നത്. പിന്നെ അവിടെ നിന്ന് അടിച്ച് നമ്മൾ വേസ്റ്റ് കത്തിക്കാൻ അവിടത്തേക്ക് കൊണ്ടുവന്ന് ഇടും. അപ്പോൾ അതൊക്കെ അങ്ങനെ ആ വഴി നടക്കുന്നുണ്ട്. നമ്മുടെ ചോറ് അവിടെ തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് രാത്രിത്തേക്ക് വേണ്ടിയിട്ടുള്ള രാത്രിത്തെ കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പാണ്. കുറച്ച് നേരത്തെ കുതിർത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 വിസലിനുള്ളിൽ പരിപ്പ് വെന്ത് കിട്ടും. നമുക്കിപ്പോൾ കയ്യിൽ കിട്ടിയേക്കുന്ന പരിപ്പ് ഒരു ഇച്ചിരി കല്ലം പരിപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലാണ്ട് നല്ല പരിപ്പാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് സാധാരണ ഒരു 3-4 വിസലിന് പൊങ്ങി വരും. കല്ലം പരിപ്പാകുമ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം. അപ്പോൾ ഉച്ചക്കത്തേക്ക് നമുക്ക് ചോറിന് രാവിലെ വെച്ച ചെറുപയർ കറിയുടെ ബാക്കിയുണ്ട്. പക്ഷെ അത് പോരല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു സൈഡ് വറവും കൂടി വേണ്ട. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് വഴുതനങ്ങ വറുത്തത്. ഭയങ്കര ടേസ്റ്റാണ്, ഒരു മീൻ വറുത്ത രുചിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മസാലക്കൂട്ടിൻ്റെ ഒക്കെ ഒരു പ്രിപ്പറേഷൻ ഞാനൊരു റീലിൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കൂ. ഇത് ഞാൻ ഉണ്ടാക്കിയത് പാല് കാച്ചിയത് നമുക്ക് തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തൈര് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള തൈരാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പുറകെ പറയാം. റെസിപ്പി അല്ല, അതിൻ്റെ ഒരു ടിപ്പ് ഞാൻ പുറകെ പറയാം. അപ്പോൾ നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കുമ്പോൾ ചിരട്ടയിൽ കുറേയൊക്കെ അവിടെ ഇവിടെ നിൽക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പോന്നുമെങ്കിൽ
എനിക്ക് തോന്നുന്നു ചിരവുന്നതിനേക്കാൾ ബെസ്റ്റ് ഇങ്ങനെ കൊത്തിയെടുക്കുന്നതാണ്. പിന്നെ എനിക്കൊരു കുഞ്ഞു മടിയുണ്ട് കേട്ടോ തേങ്ങ ചിരണ്ടാനായിട്ട്. അപ്പോൾ ഇതാ അങ്ങനെ അതൊക്കെ കൊത്തിയെടുത്ത് അവിടെ കുഞ്ഞാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തൈരിന് വേണ്ടിയിട്ടുള്ള പാല് നമ്മളവിടെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിപ്പോൾ ഭയങ്കരമായിട്ട് ചൂടാറരുത്, കുറച്ച് ചൂടിൽ, ഒരു കുഞ്ഞു ചൂടിൽ നമുക്ക് ഒരു ചില്ലിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇതൊരു ന്യൂട്ടെല്ലയുടെ കുപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്, വെള്ളമൊന്നും ഉണ്ടാവരുത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് നല്ല പുളിയുള്ള തൈരോ മോരോ ചേർത്ത് കൊടുക്കുക. ഒരു പച്ചമുളക് എടുത്തിട്ട് മുഴുവൻ പൊളിക്കരുത്, അതിൻ്റെ തൊലിപ്പുറത്ത് മാത്രം ഇങ്ങനെ ഒന്ന് പോണ്ടിയിട്ട് ഇങ്ങനെ വിടർത്തി കൊടുക്കണം. അല്ലിയൊന്നും പുറത്തേക്ക് പോകണ്ട. ഇട്ട ശേഷം കുറച്ച് കറിവേപ്പിലിൻ്റെ ഇതളും കൂടി ഇട്ട് കൊടുക്കുക. ഈ തൈര് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന ഭയങ്കര പുളിയോ ഒരു വല്ലാത്തൊരു രുചി ഉണ്ടാവുമല്ലോ, ബാഡ് സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഈ മിൽക്കി മിസ്റ്റിൻ്റെ ഒക്കെ തൈര് മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, നല്ല കട്ടിയിൽ അങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ, അപ്പാര ടേസ്റ്റുമാണ്. അപ്പോൾ അതാ നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ ഊണിന് മുന്നേ തന്നെ ഞാൻ പരിപ്പ് വേവിച്ച് വെക്കാമെന്ന് കരുതി. കാരണം എന്നോട് ട്യൂഷൻ ക്ലാസ്സിൽ കുട്ടികളുടെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ കുട്ടികൾ പോകുമ്പോൾ വൈകും. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാനും നിന്നിട്ടുണ്ടെങ്കിൽ ആ നേരം പോവും. അപ്പോൾ ഉച്ചക്കത്തെ ഊണ് കഴിക്കാൻ പോവുകയാണ്. അന്നമോളും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ വഴുതനങ്ങ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഞാൻ അവളും കൂടി ചോറിന് ചിലപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിൽ എടുക്കുള്ളൂ കേട്ടോ. അവൾ ചില ദിവസം പറയും വാരിത്തായോ അമ്മ എന്ന് പറയുമ്പോഴത്തേനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു പാത്രത്തിലെടുത്തിട്ട് വാരി കൊടുക്കും. ഇത് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള, അതായത് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഉഴുന്ന് പരിപ്പാണ്. ഉഴുന്ന് പരിപ്പ് നമ്മൾ വെള്ളത്തിലിടുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ മാവടിക്കാൻ വേണ്ടി ഞാൻ തലേ ദിവസം തന്നെ ഇങ്ങനെ ചെയ്തിരിക്കും. വൈകിട്ടാണെങ്കിലും കുതിർത്തി വെച്ചാൽ മതി. അപ്പോൾ ഇപ്പം തന്നെ നേരത്തെ ചെയ്ത് വെക്കണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കുട്ടികളുടെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ട്, ഉലുവ ഇട്ട നല്ല ഫ്ലേവറാണ് കേട്ടോ, ഉലുവയും കൂടി ചേർത്തിട്ട് ഞാനവിടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോറ് തീറ്റ കഴിഞ്ഞു, നമ്മളവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. പരീക്ഷയൊക്കെ തീരാറായതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഒരു ദിവസം കൂടി ഉണ്ട്, എന്നാലും ലാസ്റ്റ് എക്സാം ആൾക്ക് ഈസിയാണ്. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട് ആൾ. കുറച്ച് ഉപ്പുമീനെടുത്ത് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 2-2:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ഈ പച്ചക്കറി ഓർമ്മയുണ്ടോ, നമ്മളന്ന് ഫ്രിഡ്ജ് ഓർഗനൈസിങ് ചെയ്തപ്പോഴത്തേനും നമ്മൾ അരിഞ്ഞ് സിബ്ലോ കവറിലാക്കി വെച്ചില്ലേ, ഒരു കേടും ഇല്ലാണ്ട് ഫ്രഷ്നെസ് പോവാണ്ട് നല്ല സൂപ്പറായിട്ടുള്ള പീച്ചിങ്ങയാണത്. അപ്പം നമ്മളിതാ ആ പീച്ചിങ്ങ അതിലേക്ക് ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഇച്ചിരി പച്ചമുളകും, ഒരു പച്ചമുളക് കേട്ടോ, കുറേ ഇടണ്ട, ഭയങ്കര എരിവായി പോവും. നമുക്കിതിനകത്ത് ആ പച്ചമുളകിൻ്റെ ഒരു എരിവ് മതി, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അതിട്ട് കൊടുക്കുക, ഒരു വിസിലടിക്കുക, വേവിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വെളുത്തുള്ളിയും ജീരകവും കൂടി കൂട്ടിയ മിക്സാണ് ഇപ്പം അതിലേക്ക് ഇട്ടത്. അങ്ങനെ ഒരു അരപ്പുണ്ടാക്കി നമ്മൾ മോര് കാച്ചി എന്നൊക്കെ എടുക്കുന്ന ഒരു അരപ്പില്ലേ, അതുപോലത്തെ തന്നെ ഒരു അരപ്പിടും. എന്നിട്ട് അത് കാച്ചി നമ്മൾ സാധാരണ കടുക് വറുത്ത് കാച്ചി ഇടുന്ന പോലെ ഇടും. ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കും ഒരു ഭംഗിക്ക് വേണ്ടി. ഇതിൽ ഞാൻ കായം ചേർക്കില്ല കേട്ടോ കാച്ചുമ്പോൾ. ഇതിൽ കായം ചേർത്താൽ ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. മോരൊക്കെ കാച്ചുമ്പോൾ, അതായത് നമ്മളിങ്ങനെ തൈര് ഒഴിച്ച് കറി മോര് കറിയൊക്കെ വെക്കില്ലേ, അപ്പോഴൊക്കെ ഞാൻ കായം കുറച്ച് ചേർക്കും. ഇതിന് ഞാൻ കായം ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അന്നമോള് എൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ, പുറകെ വരുന്നുണ്ട് ആൾ. അപ്പം ഞാൻ മോളെ വിളിക്കാൻ വേണ്ടി പോവാണ്. അന്നയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വരാൻ, കാരണം ഈ ഒരു ഏരിയ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു തോടൊക്കെ ഉണ്ട്. ഇതിപ്പോൾ വെള്ളം വറ്റിക്കിടക്കുകയാണ്. ഇപ്പോൾ ഒരു ചൂട് സമയമൊക്കെ ആണല്ലോ, ചൂടും തണുപ്പും കൂടിയിട്ടുള്ളൊരു മാസമായതുകൊണ്ട് വെള്ളം കുറവാണ്. അല്ലാത്ത സമയത്ത് നല്ല ഭംഗിയാണ്. അപ്പോൾ ജോക്കുട്ടൻ തുമ്പീനെ കാണുമ്പോൾ വർത്താനം പറയും, കിളീനെ കാണുമ്പോൾ കാണിച്ചു തരും, കുറേ മീനെ കാണുമ്പോൾ വർത്താനം പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. ഞങ്ങളൊരു കുഞ്ഞ് ചായ കൂടി കഴിഞ്ഞു. ഇന്ന് സ്നാക്സ് ആയിട്ടൊന്നും ഉണ്ടാക്കിയില്ല, കാരണം നമ്മൾ സെലിബ്രേഷൻ്റെ കേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ വരുമ്പോഴത്തേനും അവർക്ക് പഠിക്കാനുള്ളത് കഴിയുമ്പോഴത്തേനും നമ്മൾ സെലിബ്രേഷൻ നടത്തും. ഒരു കുഞ്ഞു സെലിബ്രേഷനായിരുന്നു, കാര്യമായിട്ട് അങ്ങനെയൊന്നുമില്ല, ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത്. അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരമാണ് ആ ഒരു പരിപാടിയൊക്കെ ചെയ്തത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതാ നമ്മുടെ തൈര് നല്ല കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ക്ഷമയുടെ കുറവുകൊണ്ട് ഞാൻ വേഗം തുറന്ന് നോക്കിയതാണ് കേട്ടോ. എനിക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഏകദേശം ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല കട്ട തൈരായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് രാവിലത്തേക്ക് വേണ്ടുന്നുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇഡ്ഡലി മാവ് അല്ലെങ്കിൽ ദോശ ബാറ്റർ അരച്ചെടുക്കാം. ഫസ്റ്റ് ട്രിപ്പിൽ ഞാൻ ഉഴുന്നും ചോറും കൂടിയിട്ടുള്ള മിക്സാണ് അടിച്ചെടുത്തത്. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഇതിലേക്ക് മിക്സ് ചെയ്തത്.
നമ്മൾ എങ്ങനെയൊക്കെ ഇഡ്ഡലിക്ക് ഉഴുന്നിനും ബാറ്റർ അരച്ചാലും ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ടൊന്ന് കുഴച്ചു കൊടുക്കണം. കാരണം നമ്മുടെ കയ്യിലുള്ള മൈക്രോബ്സ് ഒക്കെ അതിൽ ചെന്നാൽ മാത്രമേ വളരെ പെട്ടെന്ന് ദോശമാവാണെങ്കിലും ഇഡ്ഡലി മാവാണെങ്കിലും പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്കിനി ബാക്കിയുള്ള കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ടല്ലോ. നമുക്ക് ചോറിന് നമ്മൾ പടവലങ്ങ കറി മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞ് ഉണക്കമീൻ വറവലും കൂടി വേണം. അപ്പോൾ അതാ നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കത്തിയും കൊണ്ടൊന്ന് ചെത്തണ്ട. ജസ്റ്റ് ഇങ്ങനെ തോലും ചെതുമ്പിലും പൊളിച്ച് നല്ല നീറ്റാക്കി എടുക്കാം. ഈ മീനിനൊക്കെ ഭയങ്കര ഉപ്പായിരിക്കും. മാക്സിമം ഉപ്പ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പോയി കിട്ടും. പിന്നെ നമ്മൾ താളിക്കുന്ന സമയത്ത്, അതായത് ആ വറവാക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് വേണമെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് തരിതരിപ്പായിട്ട് നമുക്ക് പൗഡർ പോലെ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇച്ചിരി കടിക്കാൻ പാകത്തിന് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കഷ്ണങ്ങളായിട്ടാണ് ഇട്ടത്. കുറച്ച് സവാളയും കൂടി വാട്ടി അതിൻ്റെ മീതെ കൂടി കുറച്ച് മുളക് പൊടിയും ഇച്ചിരി വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ഉണക്കമീൻ വറുത്തത്. ഞങ്ങൾ കൊച്ചിയിലൊക്കെ, എന്നെ കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിലൊക്കെ ഉപ്പുമീൻ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഉണക്കമീൻ വറുത്തത് അല്ലെങ്കിൽ ഉപ്പുമീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. വേപ്പില ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഉപ്പുമീൻ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വേണമെങ്കിൽ ഉപ്പ് പോരെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടു. അപ്പോൾ അതും കൂടി കൂട്ടി നല്ല സൂപ്പറായിട്ട് നമുക്ക് ചോറിനാം. അപ്പോൾ എത്ര കറികളുണ്ടെങ്കിലും നോൺ വെജ് ഒരറ്റത്തൊരു ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണല്ലേ. അപ്പോൾ രാത്രിയത്തെ ഊണൊക്കെ കഴിക്കുകയാണ്. രാത്രിയത്തെ ഭക്ഷണമാണ് എല്ലാവരും കൂടി ഇരുന്ന് ഒന്നിച്ച് കഴിക്കുക. അപ്പോൾ രാത്രി ആയപ്പോഴത്തേനെ പിന്നെ നമ്മുടെ കരോളിൻ്റെ ആൾക്കാർ വന്നു. പിന്നെ ഒരു രക്ഷയില്ല, കുട്ടികൾ പുറത്ത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഇപ്പോൾ 2 കരോൾ ടീമൊക്കെ വെച്ച് വരും. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് ക്രിസ്മസിൻ്റെ കരോളും ആൾക്കാരൊക്കെ തുടങ്ങി? അപ്പോൾ അപ്പാനും ചോക്കൂട്ടിനെ എടുത്തിട്ടോ ഭയങ്കര സന്തോഷമായപ്പോൾ പേടി ഉണ്ടായിരുന്നെന്നാണ് ഇഷ്ടമായി, അത് സന്തോഷമായി. അപ്പോൾ ഞങ്ങളുടെ സാന്താക്ലോസ് വിഷസൊക്കെ പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ അവരെന്നോട് ചോദിക്കുകയും ചെയ്തു, അമ്മ എന്താ അമ്മ ഈ പപ്പാഞ്ഞ് പാൻറ്റ് ഇടാത്തേ, റെഡ് കളറിലെ പാൻറ്റ് എന്താ ഇടാത്തേന്ന്. കുട്ടികളുടെ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചേക്കണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോട് ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത ദിവസം വേറെ വിശേഷങ്ങളായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.